നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിഗ്ന ജയപ്രകാശ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മോദിയെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ്. മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായി എന്നും വ്ളാഡിമിർ പുടിൻ. മഹാരാഷ്ട്രയിൽ മഴ കനക്കുന്നു. മുംബൈ, റായ്ഗഡ്, രത്നഗിരി, സിന്ധുദുർഗ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കാറിന് തീപിടിച്ചു. ആളപായമില്ല. വീട്ടിൽ നിധിയുണ്ടെന്ന് വീട്ടമ്മയെ വിശ്വസിപ്പിച്ച് 8 പവൻ സ്വർണം തട്ടിയെടുത്ത് വ്യാജസിതൻ അറസ്റ്റിൽ. സംഭവം പാലക്കാട് ചെർപ്പുളശ്ശേരി. ഗായിക ഉഷ ഉതുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ ഉതുപ്പ് അന്തരിച്ചു. മരണകാരണം ഹൃദയാഘാതം. HIV ബാധിച്ച് 47 വിദ്യാർത്ഥികൾ മരിച്ചു. രോഗബാധിതരുടെ എണ്ണം 828. HIV കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനുള്ള കാരണം ലഹരി ഉപയോഗമെന്ന് വിദഗ്ധർ. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. കാരുണ്യ ഹോസ്റ്റലിലെ 10 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായെന്നും വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെടുന്നു. 3ാം സർക്കാർ പരിഷ്കരണ നടപടികൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നും റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കണമെന്നും നരേന്ദ്രമോദി അറിയിച്ചു. മഹാരാഷ്ട്രയിൽ മഴ കനക്കുന്നു. മുംബൈ, റായ്ഗഡ്, രത്നഗിരി, സിന്ധുദുർഗ് എന്നീ ജില്ലകളിലും പൂനെയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴ തുടരും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മുംബൈ റൂട്ടിൽ ഓടുന്ന പല ട്രെയിനുകളും ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കാറിന് തീപിടിച്ചു. ആളപായമില്ല. അപകടം സംഭവിച്ചത് ചുരം 8ാം വളവിനും 9ാം വളവിനും ഇടയിൽ വെച്ച്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാരിറ്റി സംബന്ധമായി വന്ന പോസ്റ്റിന് ഫോൺ നമ്പർ സഹിതം കമന്റിട്ട വീട്ടമ്മ തട്ടിപ്പിനിരയായി. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത്. വീട്ടിൽ നിധിയുണ്ടെന്ന് വീട്ടമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8 പവൻ സ്വർണ്ണാഭരണമാണ് വ്യാജസിതൻ കൈക്കലാക്കിയത്. എന്നാൽ വീട്ടമ്മയിൽ നിന്നും ലഭിച്ച പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടി. 45-കാരനായ തിരുമിറ്റക്കോട് റഫീഖ് മൗലവിയാണ് പിടിയിലായത്. ഗായിക ഉഷ ഉതുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ അന്തരിച്ചു. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് കൊൽക്കത്തയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. TV കാണുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ത്രിപുരയിൽ HIV ബാധിച്ച് 47 വിദ്യാർത്ഥികൾ മരിച്ചു. രോഗബാധിതരുടെ എണ്ണം 828. 220 സ്കൂളുകളിൽ നിന്നും 24 കോളേജുകളിൽ നിന്നും രോഗബാധിതരായ വിദ്യാർത്ഥികളെ ത്രിപുര സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുത്തിവെക്കുന്ന തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ് ഇത്തരമൊരു വർധനവിന് കാരണമെന്ന് വിദഗ്ധരുടെ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത്. അസുഖം സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 6 മാസത്തിനിടെ 9 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.